ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം വളരെ റിസ്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഗ്യാസ് വന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ അടുപ്പിലാണ് എല്ലാ സാധനങ്ങളും ചെയ്തെടുത്തത്. അപ്പോൾ അത് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഇത്രയധികം റിസ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പഴമാണ്. നല്ല മധുരം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല മുഴുവനായിട്ട് പഴുത്തിട്ടില്ല. അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ ഇനിയും പഴുക്കാനുണ്ടായിരുന്നു. അടിഭാഗത്തേക്കൊക്കെ പഴുക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ വീഡിയോയിൽ സകലമാന എന്താ പറയുക, ജീവികളുടെയും പക്ഷികളുടെയും ശബ്ദമൊക്കെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കും കേട്ടോ. അതൊന്നും ആരും കാര്യമാക്കണ്ട. ഞങ്ങൾക്ക് ഇരട്ടക്കുട്ടികളുണ്ടാവും കേട്ടോ. എങ്ങനെയാ സത്യമായിട്ടു അങ്ങോട്ട് നോക്ക്, സത്യമായിട്ടു ഇരട്ടക്കുട്ടികളുണ്ടാവും. വേണോ? അങ്ങനെ ഇരട്ടപ്പഴം കഴിച്ചാൽ ഇരട്ടക്കുട്ടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആദ്യമോനെ ഞാൻ പറ്റിച്ച് അവനെ സ്കൂളിലേക്ക് വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പക്ഷെ ഞാൻ അവനെ കഴിപ്പിച്ചു കേട്ടോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ആദ്യം ജസ്റ്റ് ഒന്ന് പറ്റിച്ചതാണ്. അപ്പോൾ നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ബുധനാഴ്ച ആയത് കാരണം കളർ ഡ്രസ്സ് ആയിരുന്നു. ഇന്നലെ ആദ്യമോനെ സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മുടെ മീൻകാരൻ കാക്ക വന്നപ്പോൾ അവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീൻ ഉണ്ടോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് അയാളെ ചെമ്മീൻ ഇവിടുന്ന് പോയി എത്തിച്ച് കൊണ്ട് തന്നിട്ടുണ്ട്. അത് വാങ്ങി ഇത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ബുക്കിൽ എഴുതി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഏതായാലും കിട്ടിയപ്പോൾ കുറച്ച് പൊരിക്കാനും പിന്നെ അതേപോലെ കുറച്ച് നമുക്ക് കറി വെക്കാനും കൂടി എടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് തന്നതാണ്. ആൾ ചെമ്മീൻ കവറിലാക്കി ഇന്നെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത് ഞാൻ. അതിനുശേഷം കൊറിയർ വാങ്ങാൻ വേണ്ടിയിട്ട് താഴെ പോയി വരുന്ന സമയത്ത് ഇതാ ഇവരെ കണ്ടോ. ഇവർ രണ്ടുപേരും എപ്പോഴും എനിക്ക് പണി തരുന്ന രണ്ടാളുകളാണ് കേട്ടോ. അതായത് വീഡിയോ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവരെ സൗണ്ട് വെട്ടിച്ചിട്ട് വേണം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും ഇവരെ വോയിസാണ് ഉണ്ടാവുക. ഇതാണ് നമുക്ക് പർപ്പിളിൽ നിന്ന് വന്നിട്ടുള്ള ബോക്സ്. പിന്നെ ചെമ്മീൻ ഇതേപോലെ കുറച്ച് കറിയും കൂടി വെക്കുന്നുണ്ട്. കറി വെക്കുകയെന്ന് പറയുമ്പോൾ എന്താ പറയുക, കുറച്ചൊന്ന് വറ്റിച്ചിട്ട് ഒന്ന് വരട്ടി വെക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താവുന്നില്ല അറിയില്ല, നമുക്ക് നോക്കാം എന്താവുന്നുള്ളത്. പിന്നെ ഞാൻ ആദ്യമോൻ്റെ യൂണിഫോമൊക്കെ തേച്ച് വെക്കും കേട്ടോ, അയൺ ചെയ്ത് വെക്കും. അതായത് അയൺ ചെയ്ത് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് അങ്ങോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. യൂണിഫോം എല്ലാം ഇതേപോലെ അയൺ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പുറത്ത് പോകുന്ന സമയത്തൊക്കെ ഡ്രസ്സ് അയൺ ചെയ്തിട്ട് തന്നെ ഞാൻ ഇടുള്ളൂ കേട്ടോ, എൻ്റെ കാര്യം. അല്ലാതെ ഞാൻ എൻ്റെ ഡ്രസ്സ് അങ്ങനെ അയൺ ചെയ്ത് വെക്കാറില്ല. പക്ഷേ പുറത്ത് പോകുമ്പോൾ എന്തായാലും അയൺ ചെയ്തിട്ട് തന്നെ വെക്കുള്ളൂ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹെയർ ഓയിൽ ഉണ്ടാക്കുക, സോപ്പ്, പിന്നെന്താ പറയുക, വെർജിൻ കോക്കനട്ട് ഓയിൽ, ഗോൾഡൻ ഓയിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ യൂട്യൂബിലേക്കുള്ള വീഡിയോസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സമയം ഒരു ദിവസം കംപ്ലീറ്റ് സമയം തികയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാര്യമായിട്ട് നടക്കുന്ന കാര്യം. അപ്പോൾ ഇതേപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ സമയം കിട്ടുന്ന സമയത്ത് എല്ലാം ചെയ്ത് സെറ്റാക്കി വെക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ചെമ്മീൻ വറുത്തതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനിവിടെ ഭയങ്കര അടിയാണ് കേട്ടോ. ഈ കറി വെച്ച സാധനങ്ങളെ കൊണ്ട് അത്ര വലിയ താല്പര്യമില്ല ഇവിടെ എനിക്കും മോനും. ഞങ്ങൾക്ക് വറുത്തിട്ടുള്ള സാധനങ്ങളാണ് കുറച്ചുകൂടി ഇഷ്ടം. പക്ഷേ ചെമ്മീൻ, ഈ കൂന്തൽ, അങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കറി വെച്ചതും ചില സമയത്ത് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് ചോറിനാണ്. ഇതിപ്പോൾ വെയിലൊന്നും ഇല്ല കേട്ടോ തീരെ. മറ്റേ ആ ന്യൂനമർദ്ദത്തിൻ്റെ ആ പ്രശ്നം കൊണ്ട് നല്ല കാറ്റും കാര്യമൊക്കെയാണ്. രാവിലെ എന്താ പറയുക, ഒരു 6 മണി സമയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇരുടായിരുന്നു. ഭയങ്കര ഇരുട് പറഞ്ഞാൽ ഭയങ്കര ഇരുട്. നല്ല കാറ്റടിക്കുന്നുണ്ട് ഇപ്പോഴും. മഴ ജസ്റ്റ് ഒന്ന് ചാറിയിട്ട് പോയി, പക്ഷെ ഭയങ്കര ഇരുടാണ്. മഴ ജസ്റ്റ് ഇങ്ങനെ ചാറുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇതായിരുന്നു അവസ്ഥ. അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, ഇടി വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം സന്ധ്യാസമയമൊക്കെ ആകുമ്പോഴേക്ക് നല്ല മഴ ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ഉയർന്ന സ്ഥലത്തേക്കാണ്, അതായത് കുറച്ച് മലയും കുന്നൊക്കെ. അത് കാരണം പെട്ടെന്ന് തന്നെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥ മൊത്തത്തിൽ മാറും കേട്ടോ, ഇരുട്ടായി പോകും. ആദ്യമൊക്കെ ഈ ന്യൂനമർദ്ദം എന്നുള്ള വാക്ക് വല്ലപ്പോഴും ഒക്കെ ഇരുന്ന് കേൾക്കാറുള്ളതല്ലേ. പക്ഷേ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ഇപ്പോൾ 3-4 തവണയൊക്കെ ന്യൂനമർദ്ദം ഉള്ളതിനുകൊണ്ട് ന്യൂനമർദ്ദത്തിന് ഞാനൊരു വിലയില്ലാണ്ടായി.
അപ്പോൾ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഇതേപോലെ അടുക്കി ഒതുക്കി പെറുക്കി വെക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കുള്ള പരിപാടി തന്നെയാണ്. പിന്നെ അതേപോലെ നമ്മൾ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നേ. ആപ്പിളിൻ്റെ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു. പിന്നെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതും ഷൂട്ട് ചെയ്തു. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതാ കണ്ടില്ലേ, കുറേ മടക്കി വെക്കാനുണ്ട്. അതൊക്കെ മടക്കി ഒതുക്കി എല്ലാവരുടെയും സെക്ഷൻ ആക്കിയിട്ട് വേർതിരിച്ച് വെക്കുക എന്നുള്ളത് ഒരു മെയിനായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിട്ട് അതിൻ്റെ അകത്തു നിന്ന് ഓരോരുത്തരുടെ സാധനങ്ങൾ ഓരോരുത്തർ വലിച്ചുകൊണ്ട് പോകുക ചെയ്യുക. അപ്പോൾ അത് വേണ്ട, എല്ലാവരും മടക്കിയിട്ട് എല്ലാവരുടെ സെക്ഷനിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പരിപാടി അവിടെ കഴിയുമല്ലോ. അതിനുശേഷം ഞാനിവിടെ ഒരു സ്കിൻ കെയറിൻ്റെ ഐറ്റം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോഡിയിൽ ഒരു ജെൽ പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കഴിയും. അതേപോലെ തന്നെ ഒരു എന്താ പറയുക, സ്ക്രബായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് അലോവേര ജെല്ലാണ് കേട്ടോ. അപ്പോൾ അലോവേരയുടെ ജെല്ല് എടുക്കാം. അലോവേരയുടെ ഗുണങ്ങളെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയുന്നതല്ലേ, നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ അലോവേര ജെല്ല് മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഞാനിവിടെ ചെയ്യുന്നത് ഒരു സ്ക്രബായിട്ടാണ് കേട്ടോ. കുളിക്കുന്നതിൻ്റെ മുൻപായിട്ട് ഫുൾ ബോഡിയിലൊന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടി, ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സ്ക്രബായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഓറഞ്ചാണ്. ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഓറഞ്ചിൻ്റെ പീലാണ് കേട്ടോ വേണ്ടത്. ഈ ഓറഞ്ച് കളറിലുള്ള ആ ഭാഗം മാത്രം കേട്ടോ നമ്മൾ സ്കിന്നിന് എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉള്ളിലുള്ള ആ വൈറ്റ് പോർഷൻ വേണ്ട. നമുക്കിങ്ങനെ ചെത്തിയിട്ട് ഓറഞ്ചിൻ്റെ ഇതേപോലെ കാണുന്ന പോലെ ഓറഞ്ചിൻ്റെ ആ ഒരു സ്കിന്ന് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് പീൽ പൗഡർ ഉണ്ടെങ്കിൽ, അത് നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയതായിട്ട് ഉള്ളത് ഉണ്ടെങ്കിൽ അത് എടുത്തോളുക. അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. ഓക്കെ, ഞാൻ എന്തായാലും ഓറഞ്ച് പീൽ പൗഡറൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയുണ്ടാകും. ഇനി എങ്ങാനും അങ്ങനത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഓറഞ്ചിൻ്റെ ആ ഒരു വൈറ്റ് കളർ അങ്ങനെ പെടാതെ സ്കിന്ന് മാത്രം പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അലോവേര ജെല്ല് ഇട്ട് വെച്ചിട്ടില്ല ആ ഒരു ജാറിലേക്ക് തന്നെ ഈ ഒരു മിക്സും കൂടി ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് എന്താ പറയുക, അരിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വെച്ച് വേണമെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. നല്ല തിക്കായിട്ടുള്ള ഒരു ക്രീമായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക. നിങ്ങൾ ഇത് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ നോക്കിക്കൊള്ളേണ്ടു. നല്ല സോഫ്റ്റ്, നമ്മുടെ സ്കിന്നിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഐറ്റം ഇട്ടിട്ടുണ്ടെന്ന് തോന്നില്ല. അത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിപ്പോവും. നമ്മൾ അലോവേര ജെല്ല് യൂസ് ചെയ്തതിനോണ്ട് തന്നെ നല്ല ഒരു ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ സ്കിന്നിന്. പിന്നെ ഓറഞ്ചിൻ്റെ പവറും കൂടുതലുള്ള കാരണം നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ബ്ലാക്ക് കളറൊക്കെ ഉണ്ടാവുമല്ലോ, അൺഈവൻ സ്കിൻ ടോണൊക്കെ, അതൊക്കെ മാറാൻ വേണ്ടി നല്ലതാണ്. എക്സ്പെഷ്യലി നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ടാനൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ റിമൂവ് ആയി പോകാൻ വേണ്ടി നല്ലതാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഡെയിലി ബേസിസിൽ നൈറ്റിൽ ട്രൈ ചെയ്ത് കിടക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ എന്തായാലും എനിക്ക് സ്ക്രബാണ് വേണ്ടത്. അപ്പോൾ അത് കാരണം ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് എന്താ പറയുക, അരിച്ച് ക്രീം മാറ്റിയെടുക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതേപോലെ പിടിയുള്ള 2 പാത്രങ്ങളുണ്ട്. അത് രണ്ടും ഞാൻ എൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ യൂസ് ചെയ്യുന്ന, കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നതല്ല കേട്ടോ. ഇത് ഞാൻ ഹെയറിലേക്കുള്ള എന്തെങ്കിലും ജെല്ലോ, ഹെയർ മാസ്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കിന്നിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക, അതിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്ന പാത്രമാണ്. അപ്പോൾ ഇത് വേറെ ഒന്നിനും യൂസ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇടുന്നത് എന്താ പറയുക, നമ്മുടെ ചണവിത്തില്ലേ, അതാണ് കേട്ടോ ഇടുന്നത്. ഇത് ഞാൻ കഴിക്കാനും കൂടി എടുക്കുന്നത് കാരണം ഞാൻ പൗഡറാക്കി വെച്ചതാണ് കേട്ടോ. നിങ്ങൾക്ക് റോ ആയിട്ടുള്ള കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ക്രീം ഉണ്ടല്ലോ, എന്താ ഓറഞ്ചിൻ്റെയും അലോവേര ജെല്ലിൻ്റെയും നമ്മൾ അരിച്ച് വെച്ചിട്ടില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല യെല്ലോ കളറിലാണ് കേട്ടോ കിട്ടുക. നമ്മൾ കാണുന്ന സമയത്ത് വിചാരിക്കും എന്താ പറയുക, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെന്ന്. മഞ്ഞൾപ്പൊടിയല്ല, ഇത് ഈ ഒരു ഓറഞ്ചിൻ്റെ ആ ഒരു കളറാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് കുറുകി പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് അരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പിന്നെ കോട്ടൺ തുണിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇത് അരിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് സ്ക്രബ് വേണമെന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സ്ക്രബ് നന്നായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അരിക്കാതെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ.
അപ്പോൾ എനിക്ക് കുറച്ച് സ്ക്രബ് മതി ഫേസിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. ഫുൾ ബോഡിയിൽ നമുക്ക് ഫേസിലും ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായത് കാരണം ഫേസിലേക്കും കൂടി വേണം എന്നുള്ളതിനോണ്ട് ഞാൻ ജസ്റ്റ് അരിക്കുന്നുണ്ട്. അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം കാണുന്നുണ്ടല്ലോ നിങ്ങൾ, അത്രയും വലുപ്പത്തിലുള്ള സ്ക്രബ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒരു ക്രീം പോലെ ആണെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഫ്ലാക്സ് സീഡ് ചേർക്കണമെന്നില്ല. ആദ്യം നമ്മൾ ചെയ്തതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്കിന്നിലൊന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം. കണ്ടോ, നല്ല അടിപൊളി സ്ക്രബ് ഇതിൻ്റെ അകത്തുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് കേട്ടോ. ഇത് തന്നെ നമ്മൾ സ്കിന്നിൽ കുറച്ച് നേരം ഇട്ടിട്ട് അങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നമ്മളിങ്ങനെ ഒരു സാധനം ഇട്ടിട്ടുണ്ടെന്ന് പോലും തോന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി കേട്ടോ. അപ്പോൾ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എന്താ പറയുക, സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പരിപാടിയായിരുന്നു ഗൈസ്. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ഏരിയ, അതിൻ്റെ സാധനങ്ങൾ ഒക്കെ കൂടെ വലിച്ചു വാരി എല്ലാം കൂടി അലമ്പായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ഏരിയ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി വെക്കുക എന്നുള്ളതായിരുന്നു. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്, എന്നാലും ഇത് വീണ്ടും പഴയ രീതിക്കായി വരും, എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഓക്കെ, ഞാനിതാ നല്ലൊരു ഷോളൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും ഇതേപോലെ ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കാം. ഇത് എത്ര ദിവസം ഉണ്ടാകും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം ഉണ്ടാകും എന്ന് എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ തട്ടി ഒക്കെ നല്ല വൃത്തിയാക്കി വെക്കാറുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ അത്. അങ്ങനെ സാധനങ്ങളൊക്കെ ഇത്രയും വാങ്ങിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിലുള്ള ഓരോ പ്രോഡക്റ്റ്സും ഞാനൊരു 2-3 ആഴ്ച യൂസ് ചെയ്തിട്ട് എൻ്റെ സ്കിന്നിൽ ബിഫോറും ആഫ്റ്ററും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊക്കെ നോക്കി ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇതിനെപ്പറ്റി വീഡിയോസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുന്നത്. ഇതിൽ കാണുന്ന പല സാധനങ്ങളും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് രാത്രി കഴിക്കാൻ പൊറോട്ടയും ബീഫുമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.